ഞാനും കൂടി റോബ്ലോക്സിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഈ ഒരു സ്ലൈമിന്റെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. നിനക്ക് സ്ലൈമിനെ കിട്ടിയോ? എനിക്ക് ഇങ്ങനത്തെ സ്ലൈമുകൾ കിട്ടോ? അത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കുറേ അധികം സ്ലൈം കിട്ടും. നമുക്ക് ഗൂബി എന്ന് പറഞ്ഞ സ്ലൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ലൈമുകളെ വെച്ചിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യണം. ഇവിടെ കണ്ട ഗൈസ് വേറെ എനിമി സ്ലൈമുകൾ വന്നിക്കണ്. അപ്പൊ അവന്മാരൊപ്പാണ് നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു സ്ലൈമിനെ വെച്ച് ഫൈറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാലുള്ള ഗൈസ് നമുക്ക് ഇവിടെ കോയിൻസ് കിട്ടും. കണ്ടോ? അപ്പൊ ഇവനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 കോയിൻ വെച്ച് കിട്ടും. അപ്പൊ നമ്മളോട് ഒന്നും കൂടി റോൾ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ റോൾ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ. കണ്ടോ ഗൈസ്, ഇപ്പൊ നമ്മുടെ 2 സ്ലൈമുകളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ഉണ്ട് ഗൈസ് എത്രയ്ക്കോ സ്ലൈമുകൾ വരെ എക്യൂപ്പ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. നിനക്കെന്ത് പറ്റി? കണ്ടു എന്റെ 3 മുരട്ട കുട്ടികളുണ്ട്. ഈ മുരട്ട കുട്ടികൾക്ക് നല്ല പവറാണ്. നിന്റെ സ്ലൈമുകളൊക്കെ ഇവര് കടിച്ച് പറിച്ചെടുക്കും. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താന്ന് വെച്ചാ ഇതേപോലത്തെ വെറൈറ്റി സ്ലൈമുകളൊക്കെ അൺലോക്ക് ചെയ്ത് ഒത്തിരി പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷിൻചാനെ തോപ്പിക്കണം. നടക്കൂല. എന്നെ നിനക്ക് തോപ്പിക്കാൻ പറ്റൂല. എന്റെ മുരട്ട കുട്ടികളെ സമ്മതിക്കില്ല. പറ്റൂല. എന്റെ മുരട്ടുകളെ തോപ്പിക്കാൻ നിനക്ക് പറ്റൂല. അപ്പൊ ഗൈസ് നമുക്ക് ഈ സ്ലൈം ഒന്നും പോരാ, നമുക്ക് ഇനിയും സ്ലൈമുകൾ വേണം. അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് മാക്സിമം ഒന്ന് റോൾ ചെയ്യട്ടെ. ലിസ്കോ ഇപ്രാവശ്യം നമുക്ക് സൺസെറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ സ്ലൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പോരട്ടെ ഗൈസ്, നമുക്ക് ഇതില് ഒത്തിരി സ്ഥലങ്ങൾ അൺലോക്ക് ചെയ്യാനുണ്ട്. കണ്ടോ ഗൈസ്, ഇതിൽ കുറെ സ്ഥലങ്ങൾ നമുക്ക് അൺലോക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അടുത്ത നമുക്ക് ഡെസേർട്ടിക്കാണ് പോകേണ്ടത്. അതിന് വേണം ഗൈസ് നമുക്ക് ഇങ്ങനെ പൈസ. കണ്ടോ? അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. ബാക്ക് അപ്ഗ്രേഡ് ചെയ്തേക്കാം. അപ്പൊ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ സൺസെറ്റ് ഞാൻ അങ്ങനെ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വൺ ടൈം നമുക്ക് 2 സ്ലൈമിനാണ് എക്യൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വെറൈറ്റി സ്ലൈമുകളൊക്കെ കിട്ടും. അപ്പൊ ഇപ്പൊ ഞാൻ എന്തായാലും ഗൈസ് ഓട്ടോ റോള് ഓട്ടോ റോൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടോ ഗൈസ് 3 സ്ലൈം സ്ലോട്ട്. ഓക്കെ, അപ്പൊ $750 കൊടുത്ത് അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതേപോലെ 2 എനിമി. ഓക്കെ, അപ്പൊ ഇതും കൂടി അൺലോക്ക് ചെയ്യണമെങ്കിൽ ഗൈസ് നമുക്ക് ഒറ്റ ടൈം 2 എനിമി വരെ സ്പോൺ ആക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ലേ ഗൈസ്, അതേപോലെ ഇവിടെ മൊത്തം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ഗൈസ് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്യട്ടെ. നമുക്ക് ഏതെങ്കിലും നല്ല സാധനത്തിൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ, 2XP കിട്ടിയിട്ടുണ്ട്, 4X കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബഗ്ഗിന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഹെൽത്ത് 36, അതേപോലെ സ്ട്രെങ്ത് 13. അപ്പൊ ഞാൻ എന്തായാലും ഇവനൊന്ന് എക്യൂപ്പ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അവൻ ഓൾറെഡി എക്യൂപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഗോബിനാണ് കിട്ടിക്കുന്നത്. നമുക്കുള്ള ഗൈസ് നല്ല സ്ലൈമിൽ കിട്ടിയാലാണ് നമുക്ക് കുറെ അധികം പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് 2XP കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇത് കിട്ടി നോക്കാം. ഓക്കെ, ലീഫിന് കിട്ടിയിട്ടുണ്ട്. ഇവന്റെ സ്ട്രെങ്ത് 7, അതേപോലെ ഹെൽത്ത് 22 ആണ് ഗൈസ്. ഇവനും വലിയ കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എക്യൂപ്പ് ബെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് അത് കൊടുക്കായിരുന്നു. അപ്പൊ നമുക്ക് ലീഫിനെ എക്യൂപ്പ് ചെയ്യാം. ഇവ 22 ആണ് ഹെൽത്ത്. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം, ഇവനെ മാറ്റിയേക്കാം. ഇവനെ മാറ്റിയിട്ട് ഇവനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് പുതിയ സ്ഥലങ്ങളെ അൺലോക്ക് ചെയ്തേക്കാം. അപ്പൊ ഞാൻ ഡെസേർട്ട് എന്ന് പറഞ്ഞ സ്ഥലം $400 കൊടുത്ത് അൺലോക്ക് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്, അത് നമ്മൾ അങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതുവരെ ലൈക്ക് അടിക്കാത്ത കൂട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ചേക്കാം. പിന്നെ ഗൈസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ് ചെയ്തേക്കട്ടെ ഗൈസ്, മറക്കല്ലേ. ഗൈസ് അങ്ങനെ നമ്മള് ഡെസേർട്ട് ഏരിയയോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പുതിയ എനിമീസ്. കണ്ടു ഗൈസ്, ഈ സ്ലൈമുകളുടെ കളർ മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഉള്ള ഗൈസ് $3850 ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഗോൾഡ് റോൾ ചെയ്തേക്കാം, അതേപോലെ തന്നെ റോൾ ഫീഡ് ചെയ്തേക്കാം. വേണ്ട ഗൈസ്, നമുക്ക് ലക്ക് ചെയ്തേക്കാം. ലക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെറൈറ്റി സ്ലൈമുകൾ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് 4 സ്ലൈം സ്ലോട്ട് ആണ്. അത് നമുക്ക് $5K വേണം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഇപ്രാവശ്യം നമുക്ക് ഏത് കിട്ടും നോക്കാം. ഗൈസ് നമുക്ക് ഫിനിയാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഗൈസ് നമുക്ക് ഉണ്ടല്ലോ ഓട്ടോ റോള് ഓൺ ആക്കിയിട്ടേക്കാം. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വെറൈറ്റി സ്ലൈമുകൾ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് മ്യാവ് എന്ന് പറഞ്ഞൊരു സ്ലൈമിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഗൈസ് ഇതൊന്ന് ഹൈഡ് ആക്കി വെക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മുകളിൽ കണ്ട ഗൈസ് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ റോൾ ആയിക്കൊണ്ടിരുന്നോളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഫൈറ്റ് ചെയ്യട്ടെ ഗൈസ്. എന്താണ് ഞാൻ കണ്ടിക്കണേ. ഞാനിങ്ങനെ പുതിയ സ്ലൈമുകളൊക്കെ കറക്കായിരുന്നു. എനിക്ക് സ്പൈക്ക് എന്ന് പറഞ്ഞ സ്ലൈമിന് കിട്ടി. ശരിയാണ്, നോക്കിയ ഗൈസ് ഒരു റെഡ് സ്ലൈം. അപ്പൊ ഷിൻചാന്റെ ഇപ്പൊ ടോട്ടല് 4 സ്ലൈം ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഒരു ഗൈസ് നമുക്ക് പുതിയൊരു സ്ലൈമിന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ബ്രൂട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഗൈസ് നമുക്ക് എന്തോ റയർ സ്ലൈം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് കിട്ടും. ഗൈസ് നമുക്ക് ഗൈസ് ഇത് ഓർക്കിയല്ലേ? അതെ ഗൈസ്, ഇത് ഓർക്കിയാണ്.
ഓക്കെ അപ്പൊ നമുക്ക് ഓർക്കാന് കിട്ടിയിട്ടുണ്ട്. ഓർക്കാൻ ഹെൽത്ത് കണ്ട ഗൈസ് 72, അതേപോലെ സ്ട്രെങ്ത് 25 അതേപോലെ തന്നെ വെറൈറ്റി സ്ലൈമുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് വീണ്ടും എക്യുപെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ലൈം സ്ലോട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഓക്കെ 5K കൊടുത്ത് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മോർ ലക്ക് ചെയ്യണമെങ്കിൽ 10K വേണം. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ കിടന്ന് കുറച്ച് ഫൈറ്റ് എടുത്തിട്ട് പുതിയ സ്ഥലം നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ ഗൈസ് അടുത്തത് പോളാറാണ്. ഗൈസ് നമുക്ക് അടുത്ത സ്ലൈമിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും ഓർക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് വീണ്ടും നമുക്ക് ഓർക്കാന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ 6K ഡോളർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് എനിമി കൗണ്ട് ഒന്ന് കൂട്ടിയേക്കാം. ഓക്കെ അങ്ങനെ നമുക്ക് 3 എനിമീസ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത നമുക്കുള്ള ഗൈസ് ഈ 4 എനിമി ഇതാണ് അൺലോക്ക് ചെയ്യേണ്ടത്. അതേപോലെ നമുക്ക് റോൾ സ്പീഡ് റോൾ സ്പീഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ട ഗൈസ് ഇതേപോലെ കുറെ സംഭവം നമുക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ ചെയ്യട്ടെ ഗൈസ്. അപ്പൊ അടുത്ത് നമുക്ക് ഇനി ഈ സ്ഥലമാണ് അൺലോക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്തായാലും ഇത് അൺലോക്ക് ചെയ്യാൻ പോവാണ്. ഗൈസ് കണ്ടോ ഗൈസ് നമ്മളങ്ങനെ പുതിയ സ്ഥലം അങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ കണ്ടോ ഗൈസ് അപ്പൊ ഈ ടെറേനീത്തെ വില്ലന്മാര് ഇതാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് ഇപ്പൊ നമുക്ക് 3 എനിമി വന്ന കാരണം നമുക്ക് ഇപ്പൊ നല്ലോണം പൈസ കിട്ടുന്നുണ്ട്. കണ്ടോ അതടിച്ച് ഞാൻ ഇപ്പൊ തന്നെ വന്നോളൂ. മോശം ഞാൻ എപ്പോ വന്നാന്നറിയോ? ഞാനിനി വോൾക്കാനോക്കാണ് പോവാൻ പോണത്. പക്ഷെ എന്നെ തോപ്പിക്കാൻ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ വിട്ടേക്ക്. നിനക്കെന്നെ തോപ്പിക്കാൻ പറ്റില്ല. കണ്ടിട്ടോ എന്റെ സ്പൈക്ക് 2 എണ്ണായി. നിന്റെ ഓർക്ക മാത്രല്ലേ ഉള്ളൂ. കണ്ടോ ഗൈസ് ഷിൻചാൻ നമ്മളെ ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കാണ്. നിനക്കെന്നെ ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല. കണ്ടോ ഗൈസ് ഷിൻചാൻ വോൾക്കാനോ മേടിക്കാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കുള്ള ഗൈസ് വേഗം തന്നെ ഒത്തിരി പൈസ ആക്കണം. അപ്പൊ ഇപ്പൊ നമ്മുടെ 36K ഡോളർ ഓൾറെഡി ആയി കഴിഞ്ഞോട്ടെ ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും പിന്നൊന്ന് ഓണാക്കി ഇടട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. ഓട്ടോ ഓണാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് വെറൈറ്റി സംഭവം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്തേക്കാം. നമുക്കുണ്ടല്ലോ അപ്ഗ്രേഡ്സിൽ പോയിട്ട് നമുക്ക് ലക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ ഞാൻ എന്തായാലും 10K കൊടുത്ത് ലക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് എന്താണ് ഗൈസ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് പ്ലെയർ ഓപ്പണോ? ഇതെന്താണ് ഗൈസ് പ്ലെയർ ഓപ്പൺ? ഗൈസ് ഇത് നമ്മുടെ വാൾ സ്പീഡ് ആണ്. അപ്പൊ അതെന്തായാലും നമുക്ക് വഴിയെ ചെയ്യട്ടെ ഗൈസ്. അപ്പൊ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാന്ന് നോക്കട്ടെ ഗൈസ്. നമുക്ക് ഏതൊരു പുതിയ സ്ലൈം കിട്ടാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് കിട്ടും? ഗൈസ് കണ്ടു ഗൈസ് നമുക്ക് ബൈക്കിന് കിട്ടിയിട്ടുണ്ട്. ഷിൻചാന്റെ ഉള്ളത് ഇവൻ കണ്ട ഗൈസ് 1 ഔട്ട് ഓഫ് 1K ആണ്. 1Kക്ക് മേലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവന്റെ ഹെൽത്ത് നോക്കട്ടെ ഗൈസ്. ഇവൻ 88. അപ്പൊ ഞാൻ എന്തായാലും ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതേപോലത്തെ കുറെ സ്ലൈമുകളൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് അടുത്ത സ്ലൈം കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇതേത് റെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഗൈസ് ലെജൻഡറി. സ്പൈഡിനെ കിട്ടിയിട്ടുണ്ട് ലെജൻഡറി. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഷിൻചാനെ തോപ്പിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇവൻ എക്യൂപ്പ് ചെയ്യാൻ പോകണ്ട ഗൈസ്. ഓക്കെ ഗൈസ് അവൻ ഞാൻ ഇങ്ങനെ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുള്ള ഗൈസ് ഈ ലക്ക് അൺലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതേപോലത്തെ വെറൈറ്റി സ്ലൈമുകളൊക്കെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ ഗോൾഡൻ റോളും അതേപോലെ ലക്കും അങ്ങനത്തെ സംഭവമൊക്കെയാണ് ഗൈസ് നമുക്ക് മെയിൻ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്തത് നമുക്ക് 250K കൊടുത്ത് ഇതാണ് അൺലോക്ക് ചെയ്യേണ്ടത്, ഈ സ്ലൈമിന്റെ സ്ലോട്ട്. അപ്പൊ അത്ര പൈസ ഒന്നും നമ്മുടെ ഇല്ലാട്ട ഗൈസ്. നമുക്ക് എന്തായാലും അത് പിന്നൊക്കെ ആയിട്ട് ചെയ്തേക്കാം. ഗൈസ് കണ്ടു ഗൈസ് ഷിൻചാനെ കാണാനില്ല. ഷിൻചാൻ വോൾക്കാനോക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് അവൻ വോൾക്കാനോക്ക് പോയിണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മള് 50K ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഗൈസ് ഇവിടെ ഇൻഡെക്സ് ഉണ്ട്. കണ്ടു ഇൻഡെക്സിൽ കണ്ട ഗൈസ് കുറെ അധികം സ്ലൈം ഉണ്ട്. ബിഗ് ഹ്യൂജ് ഷൈനി ഇൻവെർട്ടഡ് കണ്ടു. അപ്പൊ ഇത് മൊത്തം നമുക്ക് ഇന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ 53K ഡോളർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നുള്ള ഗൈസ് നമുക്ക് എക്സ്ട്രാ ഗോൾഡ് റോൾ അങ്ങനെ മേടിച്ചേക്കാം. ഓക്കെ ഗൈസ് അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മില്യൺ കണക്കിന് കോയിൻ വേണം, എന്നാലാണ് നമുക്ക് ഡയമണ്ട് റോൾ അതേപോലെ അൾട്രാ ഗോൾഡ് റോൾ ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് ഒരു 50K ഡോളർ വേഗം തന്നെ ആക്കിയിട്ട് ഗോൾഡ് ക്യാൻ അൺലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ 50K ഡോളർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ അങ്ങനെ ഗോൾഡ് ക്യാൻ വാങ്ങിയിട്ടുണ്ട്. കണ്ടു ഗൈസ് ഷിൻചാൻ ഇവിടെ ഓടി കളിക്കണത്. എടാ ഷിൻചാനെ എത്ര നേരായിട്ട് ഞാൻ നിന്നെ നോക്കിയിരിക്കണത്. നീ ഇപ്പഴാണ് വന്നത്. എന്തിനാണ് ഷിൻചാനെ നീ ഇങ്ങനെ കളിയാക്കണത്? ഞാൻ നിന്നെ ഇപ്പൊ തോപ്പിക്കും. അത് പറ്റില്ല ടോക്സി. എന്നെ നിനക്ക് ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ റിച്ച് ആയി കഴിഞ്ഞു. ഇനി കുറച്ചേരം കൂടി കഴിഞ്ഞാൽ ഞാൻ ആ പുതിയ സ്ഥലം മേടിക്കും. കണ്ടു ഏത് ഷിൻചാൻ 400 കയറിയോ? അത് ടോക്സി അത് തന്നെ. അല്ല ടോക്സി ഇതേതാണ് നിന്റെ ഒരു പുതിയ സ്ലൈം? ഏത് ഷിൻചാനെ? ഈ ബ്രൗൺ കളറ്. അതൊരു ലെജൻഡറി ആണ് ഷിൻചാനെ. എന്ത്? അത് ഷിൻചാനെ എനിക്ക് ലെജൻഡറി കിട്ടി. എന്തിനാണ് ഷിൻചാൻ നിശ്ചയിരിക്കണേ? എന്റെ കയ്യിൽ സ്ലൈം നോക്കി ടോക്സി. ഇവൻ ഈ പച്ച. ശരിയാണ് ഇവൻ 21K ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ സ്പീഡ് അതിനേക്കാൾ കുറവാന്ന് എനിക്ക് തോന്നണത്. അത് ഗൈസ് ഷിൻചാന്റെ ഇപ്പോ ഏറ്റവും നല്ല സ്ലൈം ഇരിക്കണത്. അതിപ്പോഴെങ്കിലും മനസ്സിലായില്ല ടോക്സി. ഞാനെന്തായാലും പോയിട്ട് പുതിയ ടെറേ മേടിക്കാൻ പോണ്. ബൈ. പക്ഷെ ഗൈസ് നമുക്ക് ഷിൻചാനെ എങ്ങനെ തോപ്പിക്കണം. അപ്പൊ അതിന് നമുക്ക് ഇവിടെ പോയി അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഗൈസ് കണ്ടു ബിഗ് സ്ലൈം. ഓക്കെ ബിഗ് സ്ലൈം ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് വലിയ സ്ലൈമുകളൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ അടുത്തത് ഹ്യൂജ് സ്ലൈം ചൈനീസ് സ്ലൈം ഒക്കെയാണ് ഇനി നമുക്ക് അൺലോക്ക് ചെയ്യേണ്ടത്. ഓക്കെ അപ്പൊ നമുക്ക് പുതിയ സ്ലൈം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്.
അടുത്തത് ഏത് കിട്ടും ഏത് കിട്ടും ഏത് കിട്ടും? ഓ ഗൈസ് നമുക്ക് ബിഗ് സ്ലൈമിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമുക്ക് ബിഗ് സ്ലൈമിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇവനാണ് ബിഗ് സ്ലൈം. നമ്മുടെ കുഞ്ഞു സ്ലൈമിനേക്കാൾ എന്തൊരു വലുതാന്ന് നോക്കി ഇവൻ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇനി ബിഗ് സ്ലൈമുകളാണ് ഇനി നമുക്ക് മാക്സിമം എക്വിപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അവന്മാരെ പോലത്തെ സ്ലൈമുകളൊക്കെ ഒന്ന് കിട്ടുമോ നോക്കട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ലക്ക് ചെയ്യണോ? നമുക്കൊരു കാര്യം ഗൈസ്, ലക്കിന് ചെയ്തേക്കാം. അങ്ങനെയാണ് നമുക്ക് റയർ സ്ലൈമിനെ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഓക്കെ, അപ്പൊ ഇതിലേതാ നോക്കട്ടെ. ഇതിൽ നമുക്ക് ബിഗ് ആണ് കിട്ടുന്നത്. അതെ ഗൈസ്, ഇതിൽ നമുക്ക് ബിഗ് ആണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ ഓർക്കാനെ വെച്ച് നോക്കുമ്പോ ഇവനാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ ഗൈസ്. ഓർക്കയ്ക്ക് 72 ആണ്, ഇവന് 82 ഉണ്ട് ഹെൽത്ത്. അപ്പൊ ഞാൻ എന്തായാലും ഓർക്കാനെ വച്ചിട്ട് ഇവന്മാരെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവന്റെ എന്തോ ഗണ്ണുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, സ്ലൈമിനെ പിടിക്കണ ഗണ്ണാന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ആ ഗണ്ണ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കണ്ടോ, 750 ആണെങ്കിൽ നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എനിമി സ്ലൈമുകളെ ഷൂട്ട് ചെയ്യാം, അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് ഏതാണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഗൈസ് നമുക്ക് നല്ല പൈസ വേണം, എന്നാലാണ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫാസ്റ്റ് റോൾ ചെയ്തേക്കാം. അതേപോലെ തന്നെ ഗൈസ് നമുക്ക് എന്തോ സ്പിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇത് കിട്ടും നോക്കാം. ഗൈസ് നമുക്ക് ഷിൻജാന് കിട്ടി, ലക്കിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും എക്വിപ്പ് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും 100K കൊടുത്ത് 4 എനിമീസ് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്കുള്ള ഗൈസ് ഈ ഹ്യൂജ് സ്ലൈം, അല്ലെങ്കിൽ വേണ്ട ഗൈസ് ഈ ഫ്രണ്ട്ലിലൊക്കെ അതേപോലെ സൂപ്പറിലൊക്കെ അൺലോക്ക് ചെയ്യാം. ഇതിനൊക്കെ 100 മില്യൺ 3 മില്യൺ ഒക്കെയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ കിടന്ന് കുറച്ച് ഫൈറ്റ് എടുത്തിട്ട് കുറെ അധികം പൈസ ഉണ്ടാക്കട്ടെ, എന്നാലാണ് നമുക്ക് ഐലൻഡ് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മുടെ 350K ഡോളർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് എന്തെങ്കിലും ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ലേറ്റ്സ് ഗോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫ്രണ്ട്ലിലൊക്കെ ചെയ്യണോ അതോ ഈ സ്ലൈം സ്ലോട്ട് ചെയ്യണോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്ലൈമിന്റെ സ്ലോട്ട് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, എന്നിട്ട് ഞാനല്ലോ 5 സ്ലൈമിനെ അങ്ങനെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത നമുക്കുള്ള ഗൈസ് ഇവിടെ പോയിഷനിൽ പോവാണെങ്കിൽ കോയിൻസ് ഇൻകം കണ്ടു, ഇത് ചെയ്യണേ നമുക്ക് 25% മോർ കോയിൻസ് കിട്ടും. അപ്പൊ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ലക്ക് ബൂസ്റ്റ് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ കറൻസി ബൂസ്റ്റ് കണ്ടു ഗൈസ്, ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ ഐലൻഡ് അൺലോക്ക് ചെയ്യണമെങ്കിൽ 400K ഡോളർ വേണം. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇപ്പൊ കിട്ടുന്ന പൈസ ഒന്നും പോരാ, നമുക്ക് കുറെ അധികം പൈസ വേണം, എന്നാലാണ് നമുക്ക് ഐലൻഡ് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്നുള്ള ഗൈസ് ഒരു 400K ഡോളർ വേഗം തന്നെ ആക്കട്ടെ. കണ്ടു ഗൈസ്, നമുക്ക് ലക്കിന്റെ പോർഷനും അതേപോലെ കറൻസി പോർഷനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഓക്കെ, കറൻസിയുടെ പോർഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ലക്ക് പോർഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് ലക്കും അതേപോലെ തന്നെ പൈസയൊക്കെ കൂടുതൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്, നോക്കി നോക്കാം. അതെ ഗൈസ്, കണ്ടു ഇപ്പൊ നമുക്ക് ഒരു എനിമിനെ കൊല്ലുമ്പോ ഏകദേശം 8.75K ഡോളർ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ 400K അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. പിന്നെ ഗൈസ് ഷിൻജാനൊക്കെ അറ്റെത്തിന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓനോ, അപ്പൊ നമുക്ക് ഇന്ന് ഷിൻജാനെ തോപ്പിക്കാൻ പറ്റുമോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഐലൻഡ് അങ്ങനെ അൺലോക്ക് ചെയ്യാൻ പോവാണ്. പ്ലീസ് ഗൈസ്, അങ്ങനെ ഐലൻഡ് ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു സ്ലൈം കൂടി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതാ നോക്കട്ടെ ഗൈസ്, ഏതാ നോക്കട്ടെ. ഓ ഗൈസ്, വീണ്ടും നമുക്ക് സ്പൈഡറിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ടോട്ടല് 4 സ്പൈഡർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും സ്പൈഡറിനെ ഒന്ന് എക്വിപ്പ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അവനെ ഞാൻ അങ്ങനെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ആ നിൽക്കണ ഷിൻജാനല്ലേ? അതെ ഗൈസ്, അത് ഷിൻജാനാണ്. അപ്പൊ നമുക്ക് അവന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. എടാ ഷിൻജാനെ, നീ എന്തൊരു സ്പീഡാണ്. എന്ത് ചോദ്യം ടോയ്സ് ഇത്? ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞു ഞാൻ നിന്നെ തോപ്പിക്കുന്നുള്ളത്. ഇപ്പോഴും നിനക്കത് മനസ്സിലായില്ലല്ലോ ടോയ്സ്. ആരെ ജയിക്കാൻ പോണേ നമുക്ക് നോക്കാം ഷിൻജാനെ. ആ നോക്കാം ടോയ്സ്. ഞാൻ എന്തായാലും കേവിക്ക് പോണ്. ബൈ. ഊനോ ഗൈസ്, കണ്ടോ ഷിൻജാൻ 2 മില്യൺ കേവ് അടിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ്, ഇവിടത്തെ എനിമി ഗ്രീൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. യുമാരെ കൊല്ലുമ്പോ നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. കണ്ടോ ഗൈസ്, 12.5K ഡോളർ വെച്ച് കിട്ടുന്നുണ്ട്. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ 1 മില്യൺ ഡോളർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ എനിമീൻ എന്തോ സംഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് ബിഗ് എനിമി. ഓക്കെ, അപ്പൊ ഞാൻ ഇതങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൈസ ഭയങ്കര കുറവാണ് ഗൈസ്, നമുക്ക് ബാക്കിയുള്ളതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അപ്പൊ അടുത്ത നമുക്കുള്ള ഗൈസ്, അടുത്ത നമുക്ക് ആ കേവ് ആണ് അൺലോക്ക് ചെയ്യേണ്ടത്. ഷിൻജാൻ ഓൾറെഡി അവിടേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ സ്ലൈമുകളൊന്നും പോരാ ഗൈസ്, നമുക്ക് വെറൈറ്റി സ്ലൈമുകൾ. ഓ ഗൈസ്, ഇതാണ് ബിഗ് സ്ലൈം. കണ്ടോ, അപ്പൊ ഇവനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 87K ഡോളർ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്ക് ബിഗ് സ്ലൈമിന് കിട്ടുമോ നോക്കാം. അത് ഗൈസ് ഷൈനി എനിമി, അതിന് നമുക്ക് 30 മില്യൺ ഡോളർ ആണ് ഗൈസ്. ഗൈസ് അത് ഇത്തിരി പ്രശ്നമാണ്, അത് നമ്മളെ കൊണ്ട് ഇപ്പോഴൊന്നും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമുക്ക് പുതിയൊരു സ്ലൈമിനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ എന്തായാലും എക്വിപ്പ് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇവൻ നമുക്ക് ഓൾറെഡി കിട്ടിയതായിരുന്നു. ഓ, ഇത് ഞാൻ കണ്ടില്ല ഗൈസ്, ഇവൻ നമുക്ക് ഓൾറെഡി കിട്ടിയതായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല, അതാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഇപ്പൊ നമ്മുടെ 1.5 മില്യൺ ആവാറായിട്ടുണ്ട്. നമ്മൾ എന്തായാലും കേവ് അൺലോക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, ബിഗ് സ്ലൈം വന്നിട്ടുണ്ട്. ഇവൻ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആണ് ഗൈസ്. ഇവനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം നല്ല പൈസ കിട്ടും, പക്ഷെ ഇവൻ ഇടയ്ക്കാണ് വരുള്ളൂ, അതാണ് പ്രശ്നം. The next day. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ 2 മില്യൺ ഡോളർ ആയിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഞാൻ എന്തായാലും കേവ് അങ്ങനെ അൺലോക്ക് ചെയ്യാൻ പോവാണ്. ഗൈസ്, അത് ഞാൻ അങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. എടാ ഷിൻജാൻ, നീ എന്നെ നോക്കിക്കായിരുന്നു അല്ലേ? ഗൈസ്, നമുക്ക് ഏതൊരു പുതിയൊരു സ്ലൈമിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏതാ നോക്കട്ടെ. ഏത് വെറൈറ്റി ഗൈസ്, ലെജൻഡറി മഷ്റൂം. ഇവൻ കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇവൻ ലെജൻഡറി ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഇവൻ അങ്ങനെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നീ അറിഞ്ഞു? ഒരു ഉൽക്ക മുകളിൽ നിന്ന്
താഴേക്ക് വീണേ. ഊശി ഞാൻ അത് നീ കണ്ടല്ലേ? അത് ടോയ്സി ഈ സ്ഥലം കണ്ടു ടോയ്സി. പക്ഷെ ഞാൻ കണ്ടു, ഇതൊരു കേവല്ലേ? അത് ടോയ്സി ഇതൊരു കേവാണ്. ഇവിടെ ഉണ്ടല്ലോ വെറൈറ്റി സ്ലൈം മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഞാനും ഇതിനെ ഡിഫീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് കുറേയധികം പൈസ കിട്ടി. ഞാനേ അത് ടോയ്സി അതെ. ഗൈസ് കണ്ടു, ഇവിടത്തെ എനിമീസ് ഇതാണ്. അപ്പൊ ഈ മാർക്ക് ഒന്നും നമുക്ക് എത്ര ഡോളർ വെച്ച് കിട്ടും നോക്കാം. കണ്ടു ഗൈസ് 37 വെച്ച് കിട്ടും. അപ്പൊ ഇവിടെ ഇതിന്റെ ബിഗ് എനിമി വരാണെങ്കിൽ നമുക്ക് 100K മേലെ പൈസ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ടോയ്സി $150K കിട്ടും. ആണോ ഞാനേ? അത് ടോയ്സി അതെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സൂപ്പർ ലക്ക് ചെയ്തേക്കാം. പക്ഷെ ലക്ക് ചെയ്തിട്ട് ഗൈസ് നമുക്ക് നല്ല സ്ലൈമിനൊന്നും കിട്ടില്ല ഗൈസ്. കണ്ടു, ഇപ്പൊ തന്നെയാണ് നമുക്ക് ഈ മഷ്റൂം കിട്ടിയത്. അതുവരെ നമുക്ക് നല്ല സ്ലൈമുകളൊന്നും കിട്ടിയിണ്ടായില്ല. ടോയ്സി എന്താണ് ഞാനേ? ഇന്ന് ആരാണ് ജയിച്ചത് ടോയ്സി? ഇന്ന് ഞാനല്ല ജയിച്ചേ. എന്താണ് നീ പറഞ്ഞേ? ഇന്ന് ഞാനല്ല ജയിച്ചേ. ഞാനാണ് ആദ്യം കേവിക്ക് വന്നത്. സമ്മതിക്കില്ല ടോയ്സി. അല്ല ടോയ്സി നീ തോക്കണ്ടാ? ഇല്ല, ഞാൻ തോക്കില്ല. പിന്നെ എങ്ങനെയാണ് ടോയ്സി നീ ജയിച്ചത്? അപ്പൊ ഞാനാണ് ജയിക്കാ. ഗൈസ് അതും ശരിയാണ്. അപ്പൊ ഇന്ന് ഷിൻജാൻ ജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇന്ന് ഞാനാണ് ജയിച്ചത്. അല്ല ഞാനാണ് ജയിച്ചത്. അപ്പൊ ഗൈസ് ഇന്ന് ഞാനാണോ ഷിൻജാനാണോ ജയിച്ചെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ടാറ്റാ.